ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിറ്റർമിനൻസിന്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ചെയ്തായിരുന്നു അല്ലെ. എക്സസൈസ് 4.2 10th വരെയുള്ള ക്വസ്റ്റൻസ് നമ്മൾ ചെയ്തത്. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് 11th ക്വസ്റ്റൻ ആണ്. ഒരു പ്രൂഫാണ്. നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റൻ എന്നുള്ളത്. 11th ക്വസ്റ്റനില് 2 പാർട്ട് ക്വസ്റ്റൻസ് ഉണ്ട്. അതില് 2 ഏകദേശം ഒരേ രീതിയിലാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്: a minus b minus c 2a 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 2b b minus c minus a 2b then 2c 2c c minus a minus b. ഇതിന്റെ വാല്യൂ നമുക്ക് a plus b plus c the whole cube എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ വാല്യൂ a plus b plus c the whole cube എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് a plus b plus c എന്നുള്ള ടേംസ് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ നോക്കിയേ, മൈനസ് ബിയും 2bയും കൂടെ ആഡ് ചെയ്താൽ നമുക്കൊരു പ്ലസ് ബി കിട്ടും. മൈനസ് സിയും 2cയും കൂടെ ആഡ് ചെയ്താൽ ഒരു പ്ലസ് സി കിട്ടും അല്ലെ. അതേപോലെ ഇവിടെ എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് r1 implies r1 plus r2 plus r3 ആണ്. അപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ്: r1 implies r1 plus r2 plus r3. അപ്പൊ ഫസ്റ്റ് ഇവിടെ എന്ത് വരും? a plus b plus c അല്ലെ. a മൈനസ് ബിയും 2bയും കൂടെ b മൈനസ് സിയും 2cയും കൂടെ ആകുമ്പോ പ്ലസ് സി. ഇവിടെയും അത് തന്നെ 2a മൈനസ് എയും കൂടെ ആകുമ്പോ a, b ഉണ്ട് മൈനസ് സിയും 2cയും കൂടെ ആകുമ്പോ പ്ലസ് സി. അപ്പൊ a plus b plus c. ഇവിടെയും അത് തന്നെ a plus b plus c. കാര്യം ഒരേ ടേംസ് അവിടെ മൂന്നിടത്തും ആഡ് ചെയ്യുന്നുണ്ട്. ഒരേ ടേംസ് അല്ല, വേരിയേഷൻ ഉണ്ട്, എന്നാലും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ ടേം സെയിം ആണ്. ഇവിടെ 2b b മൈനസ് സി മൈനസ് എ 2b 2c 2c c മൈനസ് എ മൈനസ് ബി അല്ലെ. ഫസ്റ്റ് റോയിൽ നമുക്ക് എന്ത് കോമൺ എടുക്കാം? ഒരു a പ്ലസ് ബി പ്ലസ് സി ഇങ്ങനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്ത് വരും? 1 2b 2c. ഇവിടെയാണെങ്കിലോ 1 b മൈനസ് സി മൈനസ് എ 2c. ഇവിടെയാണെങ്കിൽ 1 2b c മൈനസ് എ മൈനസ് ബി. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2 ടേംസ് നമുക്ക് 0 ആക്കിക്കൂടെ? c1 മൈനസ് c2 മൈനസ് c1 ചെയ്യുമ്പോൾ ഈ ടേം 0 ആവും. c3 മൈനസ് c1 ചെയ്യുമ്പോൾ ഇവിടെയും 0 ആവും. അപ്പൊ ഇത് രണ്ടും ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്യാം. a പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു നോക്കിയേ, c2 implies c2 മൈനസ് c1, c3 implies c3 മൈനസ് c1. ഓക്കെ, അപ്പൊ ഇവിടെയാണെങ്കിൽ ഫസ്റ്റ് കോളത്തിന് ഒരു ചേഞ്ചും ഇല്ല. 1 2b 2c. ഇവിടെ 0 b മൈനസ് സി മൈനസ് എ മൈനസ് 2b എന്ന് പറയുമ്പോ ബിയും മൈനസ് 2b. അപ്പൊ മൈനസ് ബി എന്ന് വരും. അപ്പൊ മൈനസ് ബി മൈനസ് സി മൈനസ് എ എന്നാണ്. ഞാൻ ഓർഡർ മാറ്റി മൈനസ് എ മൈനസ് ബി മൈനസ് സി എന്നങ്ങ് എഴുതുന്നു. കാര്യം നമുക്ക് അടുത്ത് കോമൺ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. മൈനസ് സി. ഇവിടെയാണെങ്കിൽ 2c മൈനസ് 2c 0. ഇവിടെ 0 2b മൈനസ് 2b 0. c മൈനസ് എ മൈനസ് ബി എന്ന് പറയുമ്പോ c മൈനസ് 2c എന്നാകുമ്പോ ഇവിടെയും മൈനസ് എ മൈനസ് ബി ഒരു മൈനസ് സി വരും. മൈനസ് എ മൈനസ് ബി മൈനസ് സി. നമുക്ക് ഏകദേശം ആൻസർ ആയി. ഇവിടുന്ന് ഒരു നെഗറ്റീവ് കോമൺ എടുത്തു കഴിഞ്ഞാൽ a പ്ലസ് ബി പ്ലസ് സി. ഇവിടുന്ന് ഒരു നെഗറ്റീവ് കോമൺ എടുത്താൽ a പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, അപ്പോ a പ്ലസ് ബി പ്ലസ് സി പുറത്തുണ്ട്. ബാക്കി ഇവിടെ 1 2b 2c 0. ഇവിടെ ഒരു മൈനസ് ഓഫ് a പ്ലസ് ബി പ്ലസ് സി ചെയ്യുക. 0. ഇവിടെയാണെങ്കിൽ 0 0 മൈനസ് ഓഫ് a പ്ലസ് ബി പ്ലസ് സി. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് റോ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. വേണമെങ്കിൽ എഴുതി ഒന്ന് കാണിക്കാം. എക്സ്പാൻഡിങ് along r1 ഫസ്റ്റ് റോ ഉണ്ട്. അപ്പൊ എന്ത് കിട്ടും? a പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു 1 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളം എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മൈനസ് ഓഫ് a പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു മൈനസ് ഓഫ് a പ്ലസ് ബി പ്ലസ് സി. എന്ത് കിട്ടും? മൈനസ് മൈനസ് പ്ലസ് ആവും. a പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. മൈനസ് 0 ആണ്. a പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ മൈനസ് 0 എന്ന് പറയുമ്പോൾ a പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ആണ്. അത് ഇൻറ്റു 1 എന്ന് പറയുമ്പോഴും അത് തന്നെയാണ്. ഫൈനൽ റിസൾട്ട് a പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ക്യൂബ് എന്ന ഫൈനൽ റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഏകദേശം ഇതേ ഫോർമാറ്റ് നിങ്ങൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്ത് നോക്കുക. അതും എനിക്ക് തോന്നുന്നു R1 R2 R3 കൂടെ ആഡ് ചെയ്താൽ ഫസ്റ്റ് ടൈം ഏറെക്കുറെ സെയിം ആയിട്ട് വരും.
ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാവുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അതിന്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. 12th ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. നോക്കാം. Okay, 12th question. 1x x square 1x x square x square 1x x square 1x x x square 1. ഇതിന്റെ വാല്യൂ 1 മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ തെളിയിക്കും. 1 മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടേണ്ടത്. നോക്കാം, നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ നോക്കാം. ഞാൻ തൽക്കാലം നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് ചെയ്തു. കാര്യം ഇവിടെ എല്ലായിടത്തും ഒരേ ടേംസ് ഇടാം. ഇവിടെയും 1 എക്സ് സ്ക്വയർ എക്സ് ഉണ്ട്, ഇവിടെ ഉണ്ട് 1 എക്സ് സ്ക്വയർ എക്സ്, ഇവിടെയും 1 എക്സ് എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോ R1 ഇംപ്ലൈസ് R1 പ്ലസ് R2 പ്ലസ് R3 ചെയ്താൽ നമുക്ക് ഫസ്റ്റ് റോയിലെ എല്ലാ ടേംസും സെയിം ആയിട്ട് കിട്ടും. R1 ഇംപ്ലൈസ് R1 പ്ലസ് R2 പ്ലസ് R3. അപ്പൊ ഇവിടെ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ അടുത്തത് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. ലാസ്റ്റ് ടൈമും 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. ഫസ്റ്റ് റോയ്ക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുന്നു. ബാക്കിയുള്ളതെല്ലാം അതുപോലെ എക്സ് സ്ക്വയർ 1 എക്സ് 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 സ്ക്വയർ 1. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റ് റോയിൽ നിന്ന് ഒരു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ കോമൺ എടുക്കുന്നു. 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എക്സിസ്റ്റ് ചെയ്യുന്നത് ഇവിടെ 1 1 1 എക്സ് സ്ക്വയർ 1 എക്സ് 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 സ്ക്വയർ 1. ഓക്കെ, നമുക്ക് ഈ രണ്ട് ടേംസ് എന്ത് ചെയ്യാം? 0 ആക്കാൻ പറ്റും. അതെങ്ങനെയാ? C2 ഇംപ്ലൈസ് C2 മൈനസ് C1, C3യിൽ നിന്നും C1 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോ ആ സ്റ്റെപ്പ് അങ്ങ് ചെയ്യുന്നു. 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻടു സ്റ്റെപ്പ് ഒന്ന് എഴുതി കാണിക്കാം. എന്തായിരുന്നു? C2 ഇംപ്ലൈസ് C2 മൈനസ് C1, C3 ഇംപ്ലൈസ് C3 മൈനസ് C1. രണ്ടിടത്തും C1 വെച്ചാ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് കോളത്തിന് ഒരു ചേഞ്ചും ഇല്ല. 1 എക്സ് സ്ക്വയർ എക്സ്. ഇവിടെ ആവുമ്പോ 0, 1 മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ ആവുമ്പോ എക്സ് സ്ക്വയർ മൈനസ് എക്സ്. ഇവിടെ 1 എക്സ് മൈനസ് എക്സ് സ്ക്വയർ 1 മൈനസ് എക്സ്. ഓക്കെ, കറക്റ്റ് അല്ലേ? ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഐഡന്റിറ്റി, ഇവിടെ ഒരു കോമൺ കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടേംസ് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. സോറി, ഇവിടെ ഒരു 1 അല്ല, ഇവിടെ 0 ആണ്. 1 മൈനസ് 1 0. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കുക. 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് റോയെ ഞാൻ വീണ്ടും അതുപോലെ ഇവിടെ നിർത്തുന്നു. 1 എക്സ് സ്ക്വയർ എക്സ് അവിടെ നിൽക്കുന്നു. 0 1 പ്ലസ് എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. അന്ന് ഓർത്തോണേ. 1 മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നോക്കുക. ഇവിടെയാണെങ്കിൽ 1 മൈനസ് എക്സ് സ്ക്വയർ എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 1 പ്ലസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ്. ഇവിടെ നമുക്ക് ഒരു എക്സ് കോമൺ എടുത്താൽ 1 മൈനസ് എക്സ് കിട്ടും അല്ലെ? എക്സ് കോമൺ എടുത്താൽ ഇവിടെ 1 മൈനസ് എക്സ് കിട്ടും. എക്സ് മൈനസ് 1 ആണ് കിട്ടുന്നത്. എക്സ് കോമൺ എടുത്താൽ എക്സ് മൈനസ് 1 ആണ് കിട്ടുന്നത്. നമുക്ക് 1 മൈനസ് എക്സ് അല്ലയോ വേണ്ടത്? മൈനസ് എക്സ് കോമൺ എടുക്കാം. മൈനസ് എക്സ് കോമൺ എടുത്താൽ 1 മൈനസ് എക്സ് കിട്ടും. കാര്യം എക്സ് കോമൺ എടുത്താൽ ഇവിടെ എക്സ് മൈനസ് 1 ഉള്ളൂ. നമുക്ക് 1 മൈനസ് എക്സ് ഇവിടെ വന്നേക്കുന്നത്. അതുകൊണ്ട് മൈനസ് എക്സ് കോമൺ എടുത്തു. അടുത്തടുത്ത് 0. ഇവിടെ എക്സ് കോമൺ എടുത്താൽ 1 മൈനസ് എക്സ് കിട്ടുന്നുണ്ട്. എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ്. ഇവിടെയും 1 മൈനസ് എക്സ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ 1 മൈനസ് എക്സ് തന്നെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് കോളത്തിൽ നിന്ന് ഒരു 1 മൈനസ് എക്സ് കോമൺ എടുക്കാണ്. കാര്യം ഇവിടെ രണ്ടിടത്തുണ്ട്. ഇവിടെ ഒരു 1 മൈനസ് എക്സ് കോമൺ എടുക്കാറുണ്ട്. അപ്പം എങ്ങനെയാ? 1 ആദ്യം 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഡിറ്റർമിനകത്ത് 1 എക്സ് സ്ക്വയർ എക്സ് 0 1 പ്ലസ് എക്സ് മൈനസ് എക്സ് 0 എക്സ് 1. ഓക്കെ,
ഇതാണ് വരുന്നത്. പിടികിട്ടുന്നുണ്ടല്ലോ. ഇതെങ്ങനെ എഴുതാം? 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണോ അത്? ഇനി ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് റോ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യും. ഡിറ്റർമിന്റ് ഫസ്റ്റ് റോ കൊണ്ട് ചെയ്യുമ്പോൾ 1 ഇൻറ്റു റോയും കോളവും പോയി കഴിഞ്ഞാൽ 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ എന്തോ അത് പ്ലസ് എക്സ് സ്ക്വയർ ആവും. ഓക്കെ കഴിഞ്ഞാല് 1 പ്ലസ് എക്സ് സ്ക്വയറും ഇവിടെയും 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഇത് ഞങ്ങൾ എഴുതുന്നു 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. എഴുതിക്കൂടെ? കാര്യം എ സ്ക്വയറിന്റെ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ദ ഹോൾ സ്ക്വയർ ആണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ആൻസർ ഒന്നുമല്ല. നമുക്ക് കിട്ടേണ്ട ഇതാ. ഇതിനൊക്കെ എങ്ങനെ എത്തിച്ചേരാൻ പറ്റും? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചൊരു ഐഡന്റിറ്റി ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് ഓർക്കാൻ വേണ്ടി വീണ്ടും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എയ്ക്കും ബിക്കും പകരം എയ്ക്ക് പകരം 1ഉം ബിക്ക് പകരം എക്സും ഒന്ന് കൊടുത്തു നോക്കിയേ. അപ്പൊ 1 മൈനസ് എക്സ്, എയ്ക്ക് പകരം 1 മൈനസ് എക്സ് 1 സ്ക്വയർ ദാറ്റ് ഈസ് 1 ഇൻറ്റു എക്സ് ദെൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സംഭവം കിട്ടിയില്ലയോ? അപ്പോ ഈ കിടക്കുന്നത് ഇതാണെങ്കിൽ ഇവിടെ നമുക്ക് ആ രീതി റീപ്ലേസ് ചെയ്തൂടെ? അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? 1 ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് എന്ന് എഴുതിക്കൂടെ? 1 ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ. പുറത്തൊരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഐഡന്റിറ്റി ഇവിടെ സൈഡിൽ എഴുതി കാണിക്കാം. ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ. ആൻസർ ഇതെല്ലാവരും നമുക്ക് പ്രൂവ് ചെയ്തുകൊണ്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഐഡന്റിറ്റി ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാത്ത പക്ഷം ബാക്കിയൊക്കെ നമ്മൾ നോർമലി ചെയ്യുന്ന അതേ രീതി തന്നെയാണ്. ഓക്കെ, നമ്മൾ 12th ക്വസ്റ്റൻ ആണ് ചെയ്തത്. ഓക്കെ, 13th ക്വസ്റ്റനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 30. 13th ക്വസ്റ്റനിലേക്ക് വരുമ്പോ 1 പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 1 പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 2ab മൈനസ് 2b. 2ab 1 മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2a. 2b മൈനസ് 2a 1 മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതിന്റെ വാല്യൂ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ ക്യൂബ് എന്ന് തെളിയിക്കാം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിന്റെ വാല്യൂ അതാണെന്ന് തെളിയിക്കാം. ഓക്കെ, നമുക്ക് ഈ ടേംസ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ആദ്യം നോക്കണം. 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് വേണ്ടുന്നത്. ഇവിടെ 1 പ്ലസ് എ സ്ക്വയർ ഒരു മൈനസ് ബി സ്ക്വയർ ഉണ്ട്. ഇവിടെ 2b ആണ് കിടക്കുന്നത്. വേറെ ആഡ് ചെയ്യാനൊന്നുമില്ല, സീറോസ് ആക്കാനൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഒരു ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് 2b സ്ക്വയർ ആവും. ആ 2b സ്ക്വയറും ഈ മൈനസ് ബി സ്ക്വയർ ആവുമ്പോൾ പ്ലസ് ബി സ്ക്വയർ ആവും. അതേ ടേംസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒക്കെ സെക്കൻഡ് റോയിലും ഇതേ കാര്യം ചെയ്യാം. ഓക്കെ, സെക്കൻഡ് റോയിൽ നമുക്ക് ആദ്യം അത് പിന്നെ ചെയ്യാം. ആദ്യം ഇതൊന്നും ചെയ്യാം. ആദ്യം ഫസ്റ്റ് റോയുടെ ചേഞ്ച് ആണ്. അപ്പൊ R1 ചേഞ്ച് ചെയ്യാണ്. R1 പ്ലസ് ബി R3, അതായത് R3യെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് R1ന്റെ കൂടെ ആഡ് ചെയ്യാണ്. കുറച്ച് സ്പേസ് വേണം. R1 implies R1 പ്ലസ് ബി R3. അപ്പൊ ഇവിടെ ആണെങ്കിൽ 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഇതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് ആഡ് ചെയ്യാണ്. ഇവിടെ ബി കൊണ്ട് മൈനസ് 2ab.
മൈനസ് 2ab പ്ലസ് 2ab കൂടെ 0. ഇവിടെയാണെങ്കിൽ മൈനസ്, ഓക്കെ, ഇവിടെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, മൈനസ് ബി എ സ്ക്വയർ ബി ബി ക്യൂബ്. അപ്പൊ ബിയും മൈനസ് 2bയും കൂടെ ആകുമ്പോൾ മൈനസ് ബി മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലോ, മൈനസ് എ സ്ക്വയർ ബി മൈനസ് ബി ക്യൂബ്. കാരണം ഇതിനെ മൊത്തത്തിൽ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തോ അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. എന്ത് കിട്ടുന്നത്? ബി മൈനസ് എ സ്ക്വയർ ബി മൈനസ് ബി ക്യൂബ് ആണ്. ഇതും ഇതോടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ മൈനസ് 2bയും ഈ ബിയും കൂടെ ചേർത്ത് മൈനസ് ബി കിട്ടും. ബാക്കിയുള്ള ടേംസ് എല്ലാം അതുപോലെ അവിടെ ഉണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത ഇവിടെ 2 ഇതിനെ കൂടെ നമുക്ക് മാറ്റണം. ഇവിടെ പ്ലസ് എ സ്ക്വയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ടേം കിട്ടും. പ്ലസ് എ സ്ക്വയർ വരാൻ വേണ്ടിയിട്ട് ഇവിടെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൈനസ് 2നെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 2a സ്ക്വയർ ആവും. പക്ഷെ ഇത് ആഡ് ചെയ്താൽ മൈനസ് 3a സ്ക്വയറേ പറ്റത്തുള്ളൂ. നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്താൽ മാത്രമേ ഈ മൈനസ് എ സ്ക്വയറും മൈനസ് 2a സ്ക്വയറോടെ ചേർന്നിട്ട് പ്ലസ് 2a സ്ക്വയർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എ സ്ക്വയർ കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പം R3യെ ചേഞ്ച് ചെയ്യുന്നത്, R3 അല്ല R2നെ ചേഞ്ച് ചെയ്യുന്നത് R2 മൈനസ് എ R3 ആണ്. ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നു. ഇവിടെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ab ആണ്. 2ab മൈനസ് 2ab 0 കിട്ടും. ഇവിടെയാണെങ്കിലോ ഓക്കെ, ഇത് 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ മൈനസ് എ ക്യൂബ് മൈനസ് എ ബി സ്ക്വയർ എന്നാ കിട്ടുന്നു അല്ലെ. ഇതിനകത്തുനിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 2a മൈനസ് എ, മൈനസ് ഓഫ് വരുമ്പോൾ ബാക്കി എല്ലാം പ്ലസ് ആവും. ഇത് മൈനസും ബാക്കി രണ്ടും പ്ലസും ആകും. അപ്പൊ 2a മൈനസ് എ എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ എ പ്ലസ് എ ക്യൂബ് മൈനസ് എ ബി സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ ഒരു ചേഞ്ചും ഉണ്ടാവത്തില്ല. 2b മൈനസ് 2a 1 മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടുന്ന് ഒരു മൈനസ് ബി കോമൺ എടുക്കാം, ഇവിടുന്ന് ഒരു എയും കോമൺ എടുക്കാം. അപ്പോ ഇവിടെ എന്ത് കിട്ടും? 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 0 മൈനസ് ബി ഇൻറ്റു 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. മൈനസ് ബി കോമൺ എടുത്തപ്പോ എല്ലാം നെഗറ്റീവ് മാറി പോസിറ്റീവ് ആയി. 0 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടുന്ന് ഒരു എ കോമൺ എടുക്കാം. എ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ്, സോറി ഇവിടെ ഞാൻ പ്ലസ് എന്നല്ലേ വരേണ്ടത്, എല്ലാം പ്ലസ് ആവുന്നല്ലേ പറഞ്ഞേ. അപ്പൊ 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദെൻ ഇവിടെ 2b മൈനസ് 2a 1 മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് കോമൺ എടുക്കാറുണ്ട്? ഒരു 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈ ഫസ്റ്റ് റോയിൽ നിന്ന് എടുക്കാം. സെക്കൻഡ് റോയിൽ നിന്നും ഒരു 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോമൺ എടുക്കാം. അപ്പൊ 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഫസ്റ്റ് റോയിൽ നിന്ന്, അതുപോലെ 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സെക്കൻഡ് റോയിൽ നിന്ന് കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇവിടെ എന്താ വരുന്നത്? 1 0 മൈനസ് ബി 0 1 എ 2b മൈനസ് 2a 1 മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 1 മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി ഇത് രണ്ടോട് ചേരുമ്പോൾ 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അതിന്റെ സ്ക്വയർ വരും അല്ലെ. അപ്പൊ ഇവിടെ 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ സ്ക്വയർ. ഡിറ്റർമിനകത്ത് നമുക്ക് ഈ ടേമും കൂടെ 0 ആക്കി എടുക്കാം. ആ ടേം എങ്ങനെ 0 ആക്കുന്നേ? ഇവിടെ ഫസ്റ്റ് കോളത്തെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനോട് ആഡ് ചെയ്താൽ പോരെ. അപ്പൊ ബി ഇൻറ്റു 1 എന്ന് വെച്ചാൽ ബി കിട്ടും. ബിയും മൈനസ് ബിയും കൂടെ 0 ആവും. അപ്പോ കിട്ടുന്നത് C3 ഇംപ്ലൈസ് C3 പ്ലസ് ബി C1. C3 പ്ലസ് ബി C1 ആണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് കോളത്തിന് മാറ്റമൊന്നുമില്ല. 1 0 2b 0 1 മൈനസ് 2a. ഇവിടെയാണെങ്കിൽ 0 b1 മൾട്ടിപ്ലൈ, ഇവിടെ ചേഞ്ച് ഒന്നുമില്ല, a തന്നെ. ഇവിടെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനോട് ആഡ് ചെയ്യണം. b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2b സ്ക്വയർ, 2b സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ 2b സ്ക്വയറും മൈനസ് ബി സ്ക്വയറും ആകുമ്പോൾ പ്ലസ് ബി സ്ക്വയർ കിട്ടും. 1 മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് റോ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യാം. 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ.
ഇൻറ്റു ഇനി ഫസ്റ്റ് റോ ഉണ്ടാകുമ്പോൾ 1 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളവും പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? 1 മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ മൈനസ് 2 എ സ്ക്വയർ. അപ്പൊ മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് 2 എ സ്ക്വയർ എന്ന് കിട്ടും. മൈനസ് എ സ്ക്വയറും പ്ലസ് 2 എ സ്ക്വയറും ആകുമ്പോൾ എന്ത് കിട്ടും? പ്ലസ് എ സ്ക്വയർ. ഇവിടെ സ്ക്വയർ ഉണ്ടായിരുന്നേ. 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, എന്നിട്ട് ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ ക്യൂബ് എന്ന ആൻസർ കിട്ടും. പിടികിട്ടുന്നുണ്ടോ? ഇതല്ലായിരുന്നു നമ്മുടെ പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മൾ ചെയ്യുന്നതിനിടയ്ക്ക് സ്റ്റെപ്പുകൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു പൊക്കോളും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് നമുക്ക് ഈ സെക്ഷനിൽ വരുന്നത്. നമുക്ക് അതുകൂടെ അങ്ങ് ചെയ്ത് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ. ഫോർട്ടീൻത് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോ ക്വസ്റ്റ്യൻ പറയുന്നത് ഡിറ്റർമിന്റ് ഓഫ് എ സ്ക്വയർ പ്ലസ് 1 എ ബി എ സി എ ബി ബി സ്ക്വയർ പ്ലസ് 1 ബി സി. ഇവിടെയാണെങ്കിൽ സി എ സി ബി സി സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഇതൊരു ചെറിയൊരു കാര്യം അപ്ലൈ ചെയ്ത് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന മെത്തേഡ് ചെയ്താൽ ഇത് ആൻസറിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടും. നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടേണ്ടത് 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കുക. അത് എങ്ങനെ കിട്ടും നോക്കാം. 1 പ്ലസ് എ സ്ക്വയർ ഉണ്ട്, ബി സ്ക്വയർ ഇവിടുന്ന് വരുത്താൻ വഴിയൊന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ ഡിവൈഡ് ചെയ്ത് ആഡ് ചെയ്താ ഇല്ല. പക്ഷെ ഇവിടൊക്കെ ഒരു 1 പ്ലസ് ബി സ്ക്വയർ ഒക്കെ കിടപ്പുണ്ടായിരുന്നു. ഓക്കെ, ഞാനിവിടെ ഒരു കാര്യം അപ്ലൈ ചെയ്യുന്നു. ചെയ്യാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. ഫസ്റ്റ് റോയെ മൊത്തത്തിൽ ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിറ്റർമിനെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ആ വാല്യൂനെ മൊത്തത്തിൽ ആ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ തുല്യമാണ്. അപ്പൊ ഇതിന്റെ വാല്യൂ 5 ആണെങ്കിൽ ഞാൻ ഇതിനെ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പൊ ഇതിന്റെ വാല്യൂ എന്താ 30 ആവും. പക്ഷെ ആ ചേഞ്ച് ഉണ്ടാകാതിരിക്കാൻ ഞാൻ എന്തുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. അപ്പൊ ഫസ്റ്റ് റോയിൽ ഞാൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. R1നെ ഞാൻ എങ്ങനെ എഴുതുന്നു? എ R1 എന്ന്. അപ്പൊ ആ ചേഞ്ച് ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഒരു എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഇനി സെക്കൻഡ് റോയെ ഞാൻ ഒരു ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ R2നെ ബി R2 എന്ന് എഴുതുന്നു. ആ ചേഞ്ച് ഉണ്ടാകാതിരിക്കാൻ ഒരു ബി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അടുത്തത് R3യെ ഒരു സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ ചേഞ്ച് ഉണ്ടാകാതിരിക്കാൻ സി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. എന്ന് പറഞ്ഞാൽ 1/a ഇൻറ്റു ബി ഇൻറ്റു സി നമുക്ക് ഇതുകൂടെ ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് റോയെ മൊത്തത്തിൽ ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എ ക്യൂബ് പ്ലസ് എ സ്ക്വയർ ബി എ സ്ക്വയർ സി. ഇവിടെ ബി കൊണ്ടാണെങ്കിൽ എ ബി സ്ക്വയർ ബി ക്യൂബ് പ്ലസ് ബി സ്ക്വയർ സി. ഇവിടെ ആണെങ്കിലോ സി ആവുമ്പോ സി സ്ക്വയർ എ സി സ്ക്വയർ ബി, ഇവിടെ സി സ്ക്വയർ പ്ലസ് സി, സോറി സി സ്ക്വയർ പ്ലസ് സി അല്ല, സി ക്യൂബ് പ്ലസ് സി. ഓക്കെ, ഞാൻ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് റോയെ സെക്കൻഡ് റോയെ ഫസ്റ്റ് റോയെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, സെക്കൻഡ് റോയെ ബി കൊണ്ട്, തേർഡ് റോയെ സി കൊണ്ട് വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എ കൊണ്ട് ബി കൊണ്ട് സി കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് റോയല്ലേ ഞാൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി ഫസ്റ്റ് കോളം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു എ എടുക്കാറുണ്ട്, ഇവിടുന്ന് ഒരു എ ഉണ്ട്, ഇവിടുന്ന് ഒരു ഉണ്ട്. ഫസ്റ്റ് എയിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് കോളത്തിൽ നമുക്ക് എന്ത് കോമൺ എടുക്കാം? എ കോമൺ എടുക്കാം. സെക്കൻഡ് കോളത്തിൽ നിന്ന് ബി എടുക്കാം, തേർഡ് കോളത്തിൽ നിന്ന് ഒരു സിയും എടുക്കാം. അപ്പോ ഓൾറെഡി ഒരു 1/a b c ഇവിടെ ഉണ്ട് ഇൻറ്റു ഫസ്റ്റിനകത്ത് നിന്ന് സെക്കൻഡ് കോളത്തിൽ നിന്ന് ബി, തേർഡ് കോളത്തിൽ നിന്ന് സി. അറിയത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് എഴുതി കാണിച്ചോണം. ടേക്കൺ എ ഫ്രം
C1 and B from C2 and C from C3. C3 means third column. First column നിന്ന് പോയി കഴിഞ്ഞാൽ A square plus 1. ഇവിടെ B square, ഇവിടെയാണെങ്കിലോ C square. ഇവിടുന്ന് B ആ എടുക്കുന്നത്, അപ്പൊ ഇവിടെ A square, then B square plus 1. കാര്യം ഇവിടുന്ന് B കോമൺ എടുക്കണേ, എന്നിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെയാണെങ്കിലോ C square. ഇവിടെയാണെങ്കിൽ C എടുത്തു കഴിഞ്ഞാൽ A square, B square, C square plus 1. ഓക്കെ, ഇനി നമുക്ക് ഇത് മൂന്നൂടെ ആഡ് ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും? 1 plus A square plus B square plus C square. ഇവിടെയും 1 plus A square plus B square plus C square. അപ്പം ഇത് രണ്ടുകൂടെ അങ്ങ് ക്യാൻസൽ ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തുവാ? R1 implies R1 plus R2 plus R3 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 1 plus A square plus B square, 1 plus A square plus B square, 1 plus A square plus B square. First row. Second റോയ്ക്ക് ഒരു മാറ്റമില്ല. B square plus 1 B square. C square plus C square plus 1. ഇനി ഈ 1 plus A square plus B square ഇനി കോമൺ എടുക്കുന്നു. എടുത്തു കഴിഞ്ഞാൽ 1 plus A square plus B square plus C square കോമൺ എടുത്ത്, സോറി ഇവിടെ 1 plus A square plus B square മാത്രമല്ല പ്ലസ് C square ഉണ്ടായിരുന്നു കേട്ടോ. 1 plus A square plus ഇത് മൂന്നൂടല്ലേ ആഡ് ചെയ്യുന്നത്. 1 plus A square plus B square plus C square വരും. ഓക്കെ, അത് ഇങ്ങനെ കോമൺ എടുക്കുന്നു. 1 plus A square plus B square plus C square കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന എന്തുവാ? ഇവിടെ 1 1 1, ബാക്കി B square plus 1 B square, C square plus 1. ഓക്കെ, ഇത് രണ്ടും സീറോ ആക്കിക്കൂടെ? അപ്പോ എന്ത് ചെയ്യും? 1 plus A square plus B square plus C square into, നമുക്ക് ഇത് രണ്ടും എങ്ങനെ സീറോ ആക്കുന്നേ? C2 implies C2 minus C1, C3 implies C3 minus C1. അപ്പൊ ഫസ്റ്റ് കോളം അതുപോലെ തന്നെ 1 B square C square 0 1 0, then 0 0 1. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 plus A square plus B square plus C square into 1 into ഇതിൽപ്പെടുന്ന റോയും കോളവും പോയി കഴിഞ്ഞാൽ 1 minus 0 അല്ലെ? ഈക്വൽ ടു 1 minus 0 വെച്ചാൽ 1 ആണ്. 1 into 1 വെച്ചാൽ ഫൈനൽ റിസൾട്ട് 1 plus A square plus B square plus C square എന്ന ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ 14th ക്വസ്റ്റ്യന്റെ ആൻസറും പ്രൂഫിലേക്ക് എത്തിച്ചേരും. ഓക്കെ ആണല്ലോ? അപ്പോ നമ്മളുടെ ഡിറ്റർമിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഏകദേശം ഫിനിഷ് ആയി. ഇനി ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.